ഇത് നമ്മുടെ തക്കുടു മക്കളും കുടുംബവും ഒക്കെ കൂടി ആട്ടോ. അപ്പോൾ നമ്മുടെ തക്കുട് താഴെ ഒരു വേണ്ടാത്തൊരു ബാത്റൂമിൻ്റെ ഉള്ളിലാണ് പ്രസവിച്ചിട്ടുണ്ടായിരുന്നത്. തക്കുട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അവിടുന്ന് കുഞ്ഞുങ്ങളെ പറിക്കൊണ്ട് നമ്മുടെ മുന്നിൽ നമ്മൾ കാണുന്നിടത്ത് കൊണ്ടുവയ്ക്കും. എന്നിട്ട് നമ്മൾ നോക്കി കൊടുക്കണം. അവളൊന്നും ചെയ്യത്തില്ല കേട്ടോ. കാരണം വെച്ചാൽ അവൾക്ക് എന്തോ അവിടെ പേടി തട്ടിപ്പോയേ. എപ്പോഴും കുറുക്കം വരുന്ന സ്ഥലമാണ്. അപ്പോൾ കുറുക്കം വന്ന് കുഞ്ഞുങ്ങളെ എന്തോ ഉപദ്രവിക്കാൻ നോക്കും, എന്തോ സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ വീടിൻ്റെ മുന്നിൽ കൊണ്ടുവച്ചു. അങ്ങനെ ഒരു 3-4 ദിവസം വീടിൻ്റെ മുന്നിൽ തന്നെ ഇരുന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾ എന്ത് ചെയ്താൽ സമ്മതിക്കുന്നില്ല. എടുത്തിട്ട് കയറി വരാൻ വേണ്ടി നോക്കുക കേട്ടോ. പൊക്കത്തിൽ പോയിട്ട് ഇരിക്കാൻ വേണ്ടി ടെറസിൻ്റെ മുകളിൽ പോകാൻ അവിടെ സുരക്ഷിതമാണെന്ന് അവൾക്ക് ഒരു വട്ടം ബോധ്യപ്പെട്ടതാണല്ലോ. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നിട്ട് അവളുടെ തന്നെ നിർബന്ധപ്രകാരം അവൾ തന്നെ എടുത്തുകൊണ്ട് വന്ന് ഞങ്ങളുടെ കയ്യിൽ തന്ന് പൊക്കത്തിൽ കൊണ്ടുവച്ചു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അവിടെ വിറകടുക്കി വെച്ചേക്കുന്നതുകൊണ്ട് അതിൻ്റെ അടിയിലിരിക്കായിരുന്നേ. അപ്പോൾ ഈ പ്രാവശ്യം എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഓടൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അതൊക്കെ കൂടെ മാറ്റിയിട്ട് അവർക്കൊരു കുഞ്ഞു വീട് പോലെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആക്കുന്ന കേട്ടോ. കുറേ നേരം അതുങ്ങളെ എടുത്ത് പിടിച്ച് ഇങ്ങനെ കളിപ്പിച്ചു വിട്ടു. നല്ല പഞ്ഞിക്കെട്ട് പോലെയുണ്ട്. 3 പേരുണ്ട് കേട്ടോ. 4 പേരുണ്ടായി, ഒരാൾ നമ്മളെ വിട്ടു പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇപ്പോൾ 3 പേരുണ്ട് കേട്ടോ. തക്കുമ്മയാണെങ്കിൽ നല്ല മോളാണ്, നല്ല സ്നേഹമുള്ള. അതേപോലെ തന്നെ കേട്ടോ ഈ മക്കളും ഇപ്പോൾ ഇങ്ങനെ പാപ്പം കുടിക്കുക, കിടന്നുറങ്ങുക, ഇത് തന്നെയാണ് ഇവരുടെ ഹോബി. അപ്പോൾ തക്കുമ്മയാണ് ഇവരെ താഴേക്ക് പിടാനോ അങ്ങോട്ടേക്ക് നമ്മളെ കൊണ്ടുവെക്കാനോ ഒന്നും സമ്മതിക്കില്ല കേട്ടോ. പിന്നെ നമ്മുടെ തക്കുമാളുടെ ആദ്യത്തെ മക്കൾ ഇതാട്ടോ ഇതിലെ ഓടി കളിക്കുന്നുണ്ട്. അതേ ഒരുത്തും പിണങ്ങിയിരിക്കുവാണ്. മീൻ കൊടുത്തതിൻ്റെ എണ്ണം പോരാന്ന് പറഞ്ഞിട്ട് 7-8 മീനൊക്കെ വെച്ച് കൊടുക്കും കേട്ടോ. മത്തി മേടിച്ചുകൊണ്ട് വന്നിട്ട് അവർ തിന്ന് വയറ് നിറച്ച് അങ്ങനെ ഓടിക്കളിച്ച് നടക്കുകയെ. ഇതാട്ടോ നമ്മുടെ തക്കുമയും തക്കുമ്മേൻ്റെ കുടുംബമൊക്കെ. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള വീടുകളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഞങ്ങൾ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ.